ഇന്ന് വി എസ് സനോജ് ഉണ്ട്. നമുക്കിപ്പം പത്രവിശേഷങ്ങളും വാർത്തകൾ ഇടകീറി പരിശോധിക്കാനുമായിട്ട്. വി എസ് സനോജ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ വാർത്താ ചാനലുകൾ നമ്മളൊക്കെ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത് എമ്പുരാൻ, അതുപോലെ തന്നെ മ്യാൻമറിലെ മഹാദുരന്തം, അതുപോലെ കേരളത്തിലാണെങ്കിൽ BJP യിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത്. നിമിഷപ്രിയ വന്നു. അപ്പോൾ പത്രങ്ങളിൽ എങ്ങനെയാണ് സംഭവ വികാസങ്ങൾ? എമ്പുരാനിലെ കടുംവെട്ട്, ഒരു സംവിധായകൻ എന്ന നിലയിൽ കൂടി വി എസ് സനോജിന് ഈ വിഷയത്തിൽ ആധികാരികമായി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സേതു, ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ പ്രേക്ഷകർക്കും. തീർച്ചയായിട്ടും ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത എമ്പുരാൻ തന്നെയാണ്, മലയാള പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം മ്യാൻമർ ഒരു പ്രധാന വാർത്തയാണ്. അത് കാരണം അതിൻ്റെ അത് ഒരുപാട് ഡിവാസ്റ്റേറ്റഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഏതായാലും മാതൃഭൂമി ഉൾപ്പെടെ, മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമം അടക്കമുള്ള എല്ലാ പത്രങ്ങളും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എമ്പുരാൻ തന്നെയാണ്. അതായത് വെട്ടേറ്റ് എമ്പുരാൻ എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. 17 രംഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു. അതിലെ തന്നെ സിനിമയുടെ ഭാഗമായി, സിനിമയുടെ കഥയുടെ പശ്ചാത്തലത്തിലുള്ള ഗോദ്രയും ഗുജറാത്തും ഒഴിവാക്കും, അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കും. അതുപോലെ വില്ലൻ കഥാപാത്രത്തിൻ്റെ പേരുമാറ്റം തുടങ്ങിയ രീതിയിലുള്ള വിശദാംശങ്ങളാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. മലയാള മനോരമയും അങ്ങനെ തന്നെയാണ്. അതായത് എമ്പുരാന് 17 വെട്ട് സ്വമേധയ, അതായത് നിർമ്മാതാവിൻ്റെ തന്നെ താല്പര്യപ്രകാരമുള്ള 17 കട്ടുകൾ എമ്പുരാനിലുണ്ട്. ഒപ്പം സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള ചില രംഗങ്ങളിലുള്ള ചില മാറ്റങ്ങൾ, ചില കട്ടുകൾ അതുൾപ്പെടെ മാറ്റം വരുത്തിക്കൊണ്ടുള്ള പുതിയ പതിപ്പ് തിയേറ്ററിലേക്ക് എത്തും എന്നുള്ള തരത്തിൽ അവർ വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ രാവിലെ അറിയിച്ച, അല്ലെങ്കിൽ നമ്മൾ അത് മലയാളത്തിൽ ബ്രേക്ക് ചെയ്തൊരു വാർത്തയാണ്. RSSൻ്റെ മുഖപത്രം ഓർഗനൈസറിൽ വന്നിട്ടുള്ള എമ്പുരാനെതിരായിട്ടുള്ള ലേഖനം, ആ സംബന്ധിച്ച് പൃഥ്വിരാജിനെ കാര്യമായി ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ലേഖനം RSSൻ്റെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമായ ഓർഗനൈസറിലുണ്ടായിരുന്നു. ആ വാർത്തയും ഇന്ന് മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടു കൂടെ നൽകിയിട്ടുണ്ട്. പൃഥ്വിക്കെതിരെ RSS മുഖപത്രം, ലാലിനും പൃഥ്വിക്കുമെതിരെ RSS മുഖപത്രം എന്ന തലക്കെട്ടോടുകൂടി. അതുപോലെ മാധ്യമവും അത് വലിയ പ്രാധാന്യത്തിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതിനിടയിൽ എമ്പുരാൻ മുഖ്യമന്ത്രി കണ്ടിരിക്കുന്നു. ഏതായാലും ഈ വിവാദങ്ങൾ വേറെ തരത്തിൽ ആ സിനിമയുടെ മാർക്കറ്റബിലിറ്റിയെ കൂടുതൽ ട്രിഗർ ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഈ വിവാദം കൂടുന്തോറും ആളുകൾ ഈ സിനിമ കാണാനുള്ള സാധ്യത കൂടുന്നു. ഇപ്പോൾ ഏതായാലും പൊതുവേ സിനിമകൾക്ക് അധികം പോവാത്ത മുഖ്യമന്ത്രി എമ്പുരാൻ കാണാൻ വേണ്ടി കുടുംബസമേതം പോയിരിക്കുന്നു എന്നുള്ള വാർത്ത ഉൾപ്പെടെ ഇന്ന് മാധ്യമങ്ങൾ വലിയ രീതിയിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം മ്യാൻമറാണ്. മ്യാൻമറുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളുണ്ട്. കാരണം US ജിയോളജിക്കൽ സർവേ പറയുന്ന പ്രകാരം 10,000-ന് മുകളിൽ ആണ് മരണസംഖ്യ. അപ്പോൾ ഇത്രയും വലിയൊരു മരണസംഖ്യയിലേക്ക് ഇത് പോകും എന്നാണ് US ജിയോളജിക്കൽ സർവേ പറയുന്നത്. നിലവിൽ 1600 കടന്നിരിക്കുന്നു മ്യാൻമറിലെ മരണസംഖ്യ എന്നുള്ള ഒരു വലിയ വേദനാജനകമായൊരു വാർത്ത ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. അത് ദേശാഭിമാനിയുടെയും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒന്നാം പേജിൽ പതിവ് പോലെ ഹിന്ദു ഒന്നാം പേജിൽ മറ്റു വാർത്തകൾക്കും ഇടം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ എമ്പുരാൻ്റെ 17 കട്ടുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഒന്നാം പേജിൽ ഹിന്ദു ഇടം കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ മാവോയിസ്റ്റുകളുടെ കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുണ്ടായതുമായി ബന്ധപ്പെട്ടും ഈ 2 വാർത്തകളുടെ പ്രാധാന്യത്തിൽ തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകുന്നത്. ഒപ്പം മലയാള മനോരമ ഉത്തരക്കടലാസ് നഷ്ടം, കേരള സർവകലാശാല മറച്ചുവെച്ചത് 2 മാസം എന്ന് പറഞ്ഞ് എന്താ പരീക്ഷ എന്ന് ചോദിച്ചുകൊണ്ടൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത അവർ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. PSC നൽകിയത് ഉത്തരസൂചിക, ഒപ്പം തന്നെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് നഷ്ടമായ സംഭവത്തിൽ പുറത്തു വരുന്നത് കടുത്ത അനാസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി മലയാള മനോരമ കൊടുത്തിരിക്കുന്നു. ഒപ്പം നമുക്കറിയാം, ഈ മ്യാൻമറിലെ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറ്റു വാർത്തകൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള രണ്ട് സിനിമാക്കാർ അവിടെ ഇതിനെ നേരിട്ട്
ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ച് മനോരമയുടെ വാർത്തയുണ്ട്. അതായത് ബൈജു കൊട്ടാരക്കര എന്ന സംവിധായകൻ, പാർവതി ആർ കൃഷ്ണ എന്ന് പറയുന്ന അവതാരകയും നടിയുമായിട്ടുള്ള അവരും തായ്ലൻഡിൽ മരണവുമായി മുഖാമുഖം എന്ന ഒരു തലക്കെട്ടിൽ ഈ ഭീകരമായ ഭൂകമ്പത്തെക്കുറിച്ചുള്ള വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇത്തരം വാർത്തകളാണെന്ന് കാര്യമായിട്ടുള്ളത്, പ്രധാനമായിട്ടുള്ളത്. അതിൽ മറ്റൊരു കൗതുകകരമായൊരു വാർത്ത ഇന്ന് ഞായറാഴ്ച ഒരുപാട് വായിക്കാനുള്ള ദിവസം കൂടിയാണ്. സൺഡേ പതിപ്പുകൾ ഉൾപ്പെടെ വളരെ രസകരമായ വാർത്തകളുള്ള ദിവസം കൂടിയാണ്. പക്ഷേ മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഒരു രസകരമായ വാർത്തയുണ്ട്. വിറ്റ ഓട്ടോ വീണ്ടും സോമന് സ്വന്തം എന്ന് പറഞ്ഞിട്ട്. അതായത് മകളുടെ ഫീസ് അടയ്ക്കാൻ വിറ്റ ഓട്ടോ തിരിച്ചു വാങ്ങി നൽകി കോളേജ്. ഇത് ഓട്ടോ വിറ്റിട്ടാണ് ഫീസ് അടച്ചത് എന്നറിഞ്ഞ കോളേജിൻ്റെ ചെയർമാൻ ആ ഓട്ടോ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള സഹായം നൽകുകയും കുട്ടിയുടെ പഠനം സൗജന്യമാക്കുകയും ചെയ്തു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന തരം ഒരു വാർത്ത. നമ്മൾ ഒരുപാട് ദുഃഖങ്ങളുടെയും ദുരന്തങ്ങളുടെയും വാർത്തകൾക്ക് നടുവിലാണ്. പക്ഷേ വളരെ രസകരമായിട്ടുള്ള ഒരു ആശ്വാസകരമായൊരു വാർത്ത ഇന്ന് മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. പിന്നെ ഹിന്ദുവിൽ നിന്ന് പതിവ് പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാവോയിസ്റ്റ് എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇന്ന് മാതൃഭൂമിയുടെ ഉൾപേജിൽ, അതായത് ഇന്ന് ഹിന്ദുവും മാതൃഭൂമിയും എല്ലാം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട പുള്ളി സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ട്രംപുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, ഈ കാർ ഇന്ത്യയിൽ, അതായത് US-ലേക്കുള്ള ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തീരുവയുമായി ബന്ധപ്പെട്ട് എഡിറ്റോറിയൽ പേജിൽ കാർവാർ എന്ന പേരിൽ അതിൻ്റെ ഒരു താരതമ്യ പഠനം, ഇത് എത്രമാത്രം ഇതിൻ്റെ നികുതി ഭാരം എന്നുള്ളത് സംബന്ധിച്ചൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രകാശ് കാരാട്ടിൻ്റെ അഭിമുഖം, പാർട്ടി കോൺഗ്രസ് മധുരയിൽ വരികയാണ്, അദ്ദേഹവുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു അഭിമുഖം മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പിന് മാത്രമായി പരിമിതപ്പെടരുത് എന്ന് പ്രകാശ് കാരാട്ട് പറയുന്ന ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു. മറ്റൊരു വാർത്ത എന്ന് പറയാവുന്നത് ബ്രസീലിൻ്റെ കോച്ചുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ ബ്രസീൽ അർജൻറ്റീന പോരാട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. കോച്ച് ഡോറിവെലിനെ ബ്രസീൽ പുറത്താക്കിയ വാർത്തയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് വാർത്ത എന്ന് പറയാവുന്നത്. തീരുമാനം അർജൻറ്റീനയ്ക്കെതിരായിട്ടുള്ള തോൽവിക്ക് പിന്നാലെ അഞ്ചലോട്ടിക്ക് വേണ്ടി കാത്തിരിക്കും, അതുവരെ മറ്റൊരു കോച്ച് എന്നുള്ള തലക്കെട്ടിൽ, അതായത് കോച്ച് ഡോറിവെലിനെ ബ്രസീൽ പുറത്താക്കിയത് ഇന്ന് എല്ലാ പത്രങ്ങളിലെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെയൊക്കെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്ത ഇന്ന് പ്രാധാന്യത്തോടു കൂടെ മലയാളത്തിലെ ഏതാണ്ട് എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, അത് ഞാൻ അവസാനം പറയാം എന്ന് വിചാരിച്ചതാണ്. അത് PP ദിവ്യയുടെ, അതായത് നമുക്കറിയാവുന്നതുപോലെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യക്കെതിരെ കുറ്റപത്രം, ആ കുറ്റപത്രം സംബന്ധിച്ച് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ ഒരാൾക്കെതിരെ മാത്രമാണ് അതിനകത്ത് പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ട് അവതരിപ്പിക്കുന്നത് PP ദിവ്യയാണ്. അതിൻ്റെ കുറ്റപത്രത്തിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ദിവ്യയുടെ ലക്ഷ്യം മാധ്യമ വിചാരണ വഴി മാനസിക സംഘർഷം ഉണ്ടാക്കൽ എന്ന് കുറ്റപത്രത്തിൽ പറയുന്നതായി മാതൃഭൂമി എഴുതുന്നു. അതുപോലുള്ള അതുമായി ബന്ധപ്പെട്ട ധാരാളം സൈഡ് സ്റ്റോറികളെല്ലാം വന്നിട്ടുള്ള ദിവസമാണ് ഇന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സൺഡേ ആയതുകൊണ്ടുള്ള വളരെ രസകരമായ വാർത്തകൾ, ഹിന്ദു ഉൾപ്പെടെ, മനോരമയും മാതൃഭൂമി ഉൾപ്പെടെ വളരെ കൗതുകരമായ വാർത്തകളുള്ള അല്ലെങ്കിൽ സൈഡ് സ്റ്റോറികളും ഫീച്ചറുകളുള്ള ഒരു ദിവസമാണ്. അതെല്ലാം വായിക്കാനുള്ള ഒരു സമയവും ഉണ്ടാവട്ടെ. അപ്പോൾ ഏതായാലും സേതു, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കുന്നു. ദിവസം കാണാം. ഓക്കെ VS സനോജ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും പ്രസ് സ്റ്റോപ്പുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ.